ഉൾവെട്ടത്തിലേക്ക് സ്നേഹത്തോടുകൂടി വീണ്ടും സ്വാഗതം ചെയ്യുന്നു. സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ആത്മകഥ ദ കൺഫെഷൻസ് കുമ്പസാരം എന്ന പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കുന്നത് വളരെ നന്നായിരിക്കും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഹൃദയം കൊണ്ട് എഴുതപ്പെട്ടൊരു പുസ്തകമാണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹൃദയത്തെ അത് തൊടും, നന്നാകാൻ നിങ്ങൾക്ക് തോന്നും. ഈ പുസ്തകത്തിലെ ഒരു കുഞ്ഞ് ആശയം അതാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക. സെയിൻറ്റ് അഗസ്റ്റിൻ നന്നാകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിൻവലി പോലെ കുറേ മടികളും അലസഭാവങ്ങളുണ്ട്. ഡയറിയിൽ അത് എഴുതി വെച്ചു, നന്നാവണം എഴുതിയിട്ട് താഴെ അദ്ദേഹം എഴുതി വെച്ചു ക്രാസ് നോൺ ഹോഡി. നന്നാകണം, ക്രാസ് നോൺ ഹോഡി. ലത്തീനിൻ്റെ അർത്ഥം എന്താണ്? ഇന്നല്ല, നാളെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. നന്നാകണം, ഇന്നല്ല, നാളെ. ക്രാസ് നോൺ ഹോഡി, ഇന്നല്ല, നാളെ. ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്ന ഈ മനുഷ്യൻ സെയിൻറ്റ് അംബ്രോസിൻ്റെ പ്രസംഗം കേട്ട് ആകർഷിതനായി മിലാൻ കത്തീഡ്രലിൽ അങ്ങനെ നിൽക്കുകയാണ്. സെയിൻറ്റ് അംബ്രോസ് ഇദ്ദേഹത്തിനടുത്തേക്ക് ചെന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അകം വായിച്ചെടുത്ത ആ ദിവ്യനായ മനുഷ്യൻ കണ്ണിൽ നോക്കി പറഞ്ഞു, ഹോഡി നോൺ ക്രാസ്. ആദ്യത്തെ വാചകതാണ്, ഇന്നാണ്, നാളെയല്ല. അതായത് നന്നാകണമെങ്കിൽ ഹോഡി നോൺ ക്രാസ്, ഇന്ന് നീ നന്നാകണം. സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവാണത്. പിന്നീട് അദ്ദേഹം വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ വെച്ച് ആരോ അദ്ദേഹത്തോട് പറയുന്നു, എടുത്തു വായിക്കുക. എടുത്തു വായിച്ചു. ബൈബിളിലെ ഹൃദയത്തിൽ തൊടുന്നൊരു ഭാഗമാണ്. രാത്രി കടന്നുപോയി, അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ വെടിയാൻ സമയമായി, പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ച് പ്രകാശത്തിലേക്ക് വരിക. അതാണ് അദ്ദേഹം വായിച്ചത്. അദ്ദേഹം അടിമുടി മാറി. ഉൾവെട്ടത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിങ്ങളോട് ഒരു ചോദ്യം. നന്നാകണമെന്ന് എപ്പോഴും ആഗ്രഹിച്ചിട്ടില്ലേ? എത്രയെത്ര പുതുവത്സരങ്ങളിൽ, എത്രയെത്ര ക്രിസ്മസ് സീസണുകളിൽ, ഈസ്റ്റർ സീസണുകളിൽ നന്നാവണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്നിട്ടെന്താ നന്നാകാത്തത്? നന്നാകാത്തതിന് ഒറ്റ കാരണമുള്ളൂ. നമ്മൾ തീരുമാനിക്കും, പിറ്റേ ദിവസം തന്നെ തീരുമാനം മാറ്റും. നാളെ അതിരാവിലെ ഉണരണം, എല്ലാ ദിവസവും നടക്കാൻ പോകണം, തീരുമാനമാണ്. 2 ദിവസം നടക്കും, അടുത്ത ദിവസം തീരുമാനിക്കും, ഒരു ദിവസം ഉറങ്ങാം, അടുത്ത ദിവസം വീണ്ടും യാത്ര തുടരാം. ഇങ്ങനെ നാളെ നീളെ എന്ന മട്ടിൽ നീട്ടിക്കൊണ്ടുപോയ കുറേ തീരുമാനങ്ങൾ, കെട്ടി മാറ്റപ്പെട്ട ഒരു ജീവിതം. ഇതാണ് ജീവിതത്തിൻ്റെ ബാക്കി പത്രമായിട്ട് മാറുക. അതുകൊണ്ട് എടുക്കാവുന്ന ഏറ്റവും സുന്ദരമായൊരു തീരുമാനമുണ്ട്. എന്തെങ്കിലും നല്ല തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ഇന്ന് തന്നെ തീരുമാനിക്കുക, ഇന്ന് തന്നെ ചെയ്യുക. ടുഡേ ഈസ് ദ ഡേ ഓഫ് സാൽവേഷൻ. ഇന്നാണ് രക്ഷയുടെ ദിവസം. സോ ടുഡേ ഈസ് ദ ബെസ്റ്റ് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ ഡേയ്സ്. ചൈനക്കാരുടെ ഒരു പാട്ടിൻ്റെ ഇംഗ്ലീഷ് മൊഴി അങ്ങനെയാണ്, ടുഡേ ഈസ് ദ ബെസ്റ്റ് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ ഡേയ്സ്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലെ ഏറ്റവും നല്ല ദിവസം ഇന്നാണ്. ഇന്ന് തുടങ്ങുക. ചൈനക്കാർ വീണ്ടും പറയും, ഒരു മരം നടാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഡേ അത് 20 വർഷം മുമ്പുള്ള ഡേ ആയിരുന്നു. സെക്കൻഡ് ബെസ്റ്റ് ഡേ ഇന്നാണ്. ഇന്നെങ്കിലും ഒരു മരം നടുക, അപ്പോൾ അത് വളർന്ന് പന്തലിച്ചോളും. ഇത് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരിക. നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രേറ്റ് ആകാൻ എപ്പോഴും സാധിക്കുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഗ്രേറ്റ് തുടക്കം ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾ ഗ്രേറ്റ് ആയിക്കോളും. ആ ഒരു ചിന്തയിൽ നല്ല ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം എടുക്കുക. ഒന്ന്, ഒരുപാടങ്ങ് വൈകിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും പറ്റാത്ത അവസ്ഥയും വരാം. 1847 ഡെയ്സ്റ്റോവ്സ്കി, നമ്മളെല്ലാം ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങുന്ന വരികളൊക്കെ എഴുതിയിട്ടുള്ള മഹാനായ നോവലിസ്റ്റ് ഡെയ്സ്റ്റോവ്സ്കി, അദ്ദേഹം രാജ്യദ്രോഹ കുറ്റത്തിന് വധശിക്ഷ വിധിക്കപ്പെട്ടു. സത്യത്തിൽ അത് സാർ ഭരണകൂടത്തിൻ്റെ ഒരുതരം തമാശയായിരുന്നു. അത് ചിന്തകരെയൊക്കെ ഒരുമിച്ച് കൂട്ടി അവരെ ഫേക്ക് ട്രയൽ നടത്തി പേടിപ്പിക്കുക എന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ചിന്തകന്മാരുടെ ഒരു കൂട്ടത്തിൽ കൂടി രാജാവിനെതിരെ കുപ്രചാരണം നടത്തുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചത്.
ഒരു ഫേക്ക് ട്രയലൊക്കെ നടത്തി. എന്നിട്ട് അദ്ദേഹത്തെയും ഏതാനും മറ്റ് ചിന്തകരെയും വധശിക്ഷയ്ക്കുള്ള വേദിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു വെളുത്ത വസ്ത്രം ധരിപ്പിച്ചു. പ്രതീകാത്മകമായി അവരുടെ വാള് തലയ്ക്ക് മുകളിൽ വെച്ച് പൊട്ടിച്ചു കളഞ്ഞു. അതൊക്കെ ഒരു പ്രതീകാത്മകതയാണ്. കുരിശ് രൂപം ഉമ്മവെക്കാൻ കൊടുത്തു. അതേപോലെ ഞാൻ അടിമുടി വിറങ്ങലിക്കാൻ തുടങ്ങി. മരണം എന്ന യാഥാർത്ഥ്യം തൊട്ട് മുമ്പ് നിൽക്കുകയാണ്. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നൂൽപാതയിലൂടെ സഞ്ചരിക്കുകയാണ്. നൂൽപ്പാലത്തിൽ നിന്ന് എപ്പോൾ വേണമെങ്കിൽ നിലത്തോട്ട് വീഴാം, മരിച്ചു പോകാം. ജീവിതത്തൊന്ന് വിലയിരുത്തണമെന്ന് ആഗ്രഹിച്ചു, പറ്റുന്നില്ല. മനസ്സ് അസ്വസ്ഥമാകുന്നു. അചഞ്ചലമായ ഹൃദയമല്ല, ചഞ്ചലമായി ആടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പിന്നെ പതുക്കെ കണ്ണടച്ച് തൊട്ടു മുമ്പ് ചുംബിച്ച കുരിശിനെ ധ്യാനിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അല്പം ബലം കിട്ടിയതെന്ന് അദ്ദേഹം എഴുതുന്നു. അങ്ങനെ കണ്ണടച്ച് മരണം കാത്ത് മരണം സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കുതിരക്കുളമ്പടി അച്ച രാജാവിൻ്റെ ഭടം വരുന്നു. വിളിച്ചു പറയുന്നു, ഇവരുടെ വധശിക്ഷ റദ്ദാക്കി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു നാടകരങ്ങേറിയതായിരുന്നു, ആളുകൾ പേടിയുണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഭടം വന്ന് പറഞ്ഞു, ഇയാളിനി മരിക്കില്ല, കൊല്ലണ്ട. പക്ഷേ ഡോസ്റ്റോവസ്കിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉജ്ജ്വലമായ തുടക്കത്തിൻ്റെ അനുഭവമായിരുന്നു. അദ്ദേഹം ഡയറിയിൽ എഴുതി, കുത്തഴിഞ്ഞ പുസ്തകം പോലെയായിരുന്നു എൻ്റെ ജീവിതം. അതൊന്ന് നേരെയാക്കാൻ ദൈവം ഒരു അവസരം തന്നിരിക്കുകയാണ്. ഒരു പ്രാർത്ഥനയുടെ ചരട് കൊണ്ട് കുത്തഴിഞ്ഞ പുസ്തകം നേരെയാക്കാമെന്ന് ഞാൻ പഠിച്ചിരിക്കുകയാണ്. ഞാനിത് നന്നായിട്ട് ജീവിക്കും. ഒരു മിനിറ്റ് പോലും ഞാൻ പാഴാക്കി കളയില്ല. കാരണം ഓരോ മിനിറ്റും പ്രഷ്യസ് ആണ്. ഞാൻ സ്നേഹിക്കും, ഞാൻ ജീവിക്കും, നൽകിക്കൊണ്ടേയിരിക്കും. പിന്നെ സ്നേഹിക്കാനുള്ള മത്സരമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം തൻ്റെ സഹോദരന് അയാൾ തടവാസത്തിൽ കിടക്കുന്നിടത്തുനിന്ന് എഴുതി. എന്നിട്ട് പറഞ്ഞു, എടാ, ഞാൻ എത്രമാത്രം മിനിറ്റുകൾ പാഴാക്കി കളഞ്ഞു. പാഴാക്കി ഓർത്ത് ഞാനിപ്പോൾ വീണ്ടും റിഗ്രറ്റ് ചെയ്യുന്നില്ല. പാഴാക്കിയേക്ക് പകരമായിട്ട് ഓരോ മിനിറ്റും ജീവിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷത്തെയും ഞാനൊരു സങ്കീർത്തനം പോലെ സുന്ദരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മരണത്തിന് മുമ്പ് ഭാര്യയോട് പറഞ്ഞു, നിന്നോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിന്നെ അല്ലാതെ മറ്റൊരു സ്ത്രീയെയും ഞാൻ മനസ്സുകൊണ്ട് മോഹിച്ചിട്ടില്ല. നിന്നെ അല്ലാതെ നിന്നെ വഞ്ചിച്ച് മറ്റൊരാളിലേക്ക് ഞാൻ പോയിട്ടില്ല. പൂർണ്ണ വിശ്വസ്തത ഞാൻ പാലിച്ചുവെന്ന് അവസാന നിമിഷം പറയാൻ എനിക്ക് പറ്റും. എന്നിട്ട് കണ്ണുകളിൽ നോക്കിയിട്ട് പറഞ്ഞു, ഐ ലവ് യു. പിന്നെ ദൈവത്തിനും നന്ദി പറഞ്ഞ് ദൈവത്തിനോടും ഐ ലവ് യു എന്ന് പറഞ്ഞാണ് ഈ മനുഷ്യൻ മരിച്ചത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പാഴാക്കി കളയരുത് ജീവിതത്തിൻ്റെ അവസരങ്ങളെ. ടൂ ബിസിയായി ഓടിക്കൊണ്ടിരുന്നാൽ ടൂ ലേറ്റായി പോവും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കറക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരാം. ഇനി ചില നേരങ്ങളിൽ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നമ്മൾ എത്രത്തോളം വൈകി പോകാറുണ്ട്. അമ്മ മരിച്ചതിന് ശേഷം മകൻ വീട്ടിലേക്ക് വന്നു. അമ്മയുടെ മുറിയിൽ മരുന്നിൻ്റെയും മരണത്തിൻ്റെയും ഇടകലർന്ന ഗന്ധമാണ്. വിഴുപ്പ് വസ്ത്രങ്ങളൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. കുറേ നാളായിട്ട് അമ്മ ആശുപത്രിയിലായിരുന്നല്ലോ. അവൻ ആ വസ്ത്രങ്ങളൊക്കെ എടുത്ത് അലക്കുകല്ലിനടുത്തേക്ക്. അവൻ്റെ വീട്ടിൽ ഇപ്പോഴും ഒരു വാഷിംഗ് മെഷീൻ ഇല്ല. കാരണം അമ്മയ്ക്ക് അതൊന്നും വേണ്ട, പഴയ രീതിക്കാരിയാണ്. വാഷിംഗ് മെഷീൻ അമ്മയ്ക്ക് വേണ്ട. അവരിങ്ങനെ കുനിഞ്ഞ് അലക്കാൻ തുടങ്ങിയപ്പോൾ അവന് ദേഷ്യം വന്നു പെട്ടെന്ന്. കാരണം അലക്കൽ എത്ര താഴെയാണ്. അവൻ ദേഷ്യത്തോട് ചിന്തിച്ചു, ഇതൊന്നും ഉയർത്തി വെക്കായിരുന്നില്ലേ. പെട്ടെന്ന് അവൻ അമ്മയുടെ വാക്കുകൾ ഓർത്തു. ഒരു 25 പ്രാവശ്യം അമ്മ പറഞ്ഞിട്ടുണ്ട്, മോനെ അലക്കലിൽ ഒന്ന് കെട്ടി ഉയർത്തി താടാ. അവൻ കേട്ടില്ല. പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ലേറ്റായിപ്പോയി. ഇപ്പം അമ്മ തന്നെ ലേറ്റായി, അമ്മ കടന്നുപോയി. ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. ഇനി അവൻ ആ അലക്കകല്ലിനടിയിലിരുന്ന് പൊട്ടിക്കരയും. എന്നിട്ട് അമ്മയോട് പറയും, അമ്മ സോറി അമ്മ, ഒരുപാട് വൈകിപ്പോയ അമ്മ. കുറച്ച് നേരത്തേക്ക് മുമ്പ് അമ്മയൊന്ന് സ്നേഹിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അമ്മയ്ക്ക് ആവശ്യമുള്ള നൽകാൻ പറ്റിയിരുന്നെങ്കിൽ അവൻ്റെ കണ്ണീരിന് ഇനി വിലയുണ്ടാവും. ചിലരൊക്കെ നന്നാകുന്നത് ഏറെ വൈകിട്ടാണ്. കള്ളു കുടിച്ച് ജോലിക്കൊന്നും പോകാതെ ലഹരിക്കടിമപ്പെട്ട് നടക്കുന്നൊരു പയ്യൻ. അവരെല്ലാ ദിവസവും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴും വീട്ടിൽ വെട്ടം ഉണ്ടാവും. അമ്മയുണ്ട് അവിടെ. അമ്മ ലൈറ്റും ഓണാക്കി ഭക്ഷണമൊക്കെ കാത്തിരിക്കും. അവന് ഭക്ഷണം കൊടുക്കും. എത്ര നാൾ അവർക്കങ്ങനെ സാധിക്കും? ഒരു നാൾ അവർ മരിച്ചു. ഇതിനിടയിൽ
അമ്മയുടെ കെട്ടുതാലി പോലും അവൻ പറിച്ചൂരിയെടുത്ത് അതുകൊണ്ടേ പണയം വെച്ചിട്ടുണ്ട്. അത്രയ്ക്കുള്ള അവൻ്റെ സ്നേഹം. ഇപ്പം അമ്മ മരിച്ചപ്പോൾ പെട്ടെന്ന് ഷോക്ക് കിട്ടിയ പോലെ പോയി. കാരണം അവൻ്റെ ജീവിതത്തിലെ ഏക വെട്ടമായിരുന്നു. അമ്മ മരിച്ച അന്ന് അവൻ കുടിച്ച്, ദുഃഖത്താൽ അന്ന് കുടിച്ചതാണ്, കുടിച്ച് ആർത്തനായിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ലൈറ്റില്ല. അമ്മയില്ലെങ്കിൽ ലൈറ്റ് തെളിക്കാൻ ആരും ഉണ്ടാവില്ല. അവിടെ ലൈറ്റില്ലാത്ത വീട്ടിൽ, വെട്ടമില്ലാത്ത വീട്ടിൽ, കുറ്റാക്കൂരി ഇരുട്ടത്ത് അവൻ ചെന്നു. അമ്മ എപ്പോഴും ഭക്ഷണം ചൂടോടുകൂടി കാത്തു വെക്കുമായിരുന്നു. ഇവിടെ ഭക്ഷണമൊന്നും കാത്തു സൂക്ഷിച്ചിട്ടില്ല. അവൻ നോക്കുമ്പോൾ ബാക്കി വന്ന ഭക്ഷണം പട്ടിക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ആ വീട്ടിൽ പട്ടിക്ക് പോലും ഭക്ഷണമുണ്ട് ഇപ്പോൾ. പക്ഷെ അവന് ഭക്ഷണമില്ല, അമ്മയില്ല. അവനാകെ സങ്കടപ്പെട്ട് അമ്മയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വന്ന് നിന്നു. കൈകൂപ്പി നിൽക്കുകയാണ്. കൈകൂപ്പി നിന്നിട്ട് പറഞ്ഞു, അമ്മ വൈകിയെന്നറിയാം, ഒരുപാട് വൈകിയെന്നറിയാം, എന്നാൽ അമ്മ ഞാൻ തുടങ്ങാൻ പോവുകയാണ്, ജീവിതം തുടങ്ങാൻ പോവുകയാണ്. അമ്മയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കും. പിന്നെ അവൻ മദ്യം തൊട്ടിട്ടില്ല. പിന്നെ അവന് ലഹരി വേണ്ടി വന്നിട്ടില്ല. അമ്മയോടുള്ള സ്നേഹം, അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവന് ലഹരിയായി മാറി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്നേഹിക്കുന്ന ചില ആളുകൾ നിങ്ങൾ ലഹരിയായി മാറുമ്പോൾ നിങ്ങൾ ടൂ ലേറ്റ് ആവില്ല, നിങ്ങൾ നന്നാവും. ഇപ്പം നന്നാകാനുള്ള പ്രേരണയായിട്ട് ചില സ്നേഹം മുന്നിലുണ്ട്, അത് തിരിച്ചറിയുക. ചില ആളുകളുടെ സാന്നിധ്യമോ അസാന്നിധ്യമോ നിങ്ങൾ നന്നാക്കുന്നുണ്ട്, അതൊന്നും മനസ്സിലാക്കിയെടുക്കുക. ഈ മനസ്സിലാക്കുന്നതാണ് ജീവിതത്തിൻ്റെ അർത്ഥമെന്ന് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ജീവിതം അതിസുന്ദരമായിട്ട് മാറുന്നുണ്ട്. ഇനി എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം സ്വന്തമൊന്നുമല്ല, കടമായി കിട്ടിയതാണ് എല്ലാം. എല്ലാം അങ്ങനെയല്ലേ? നിങ്ങൾ പറയും നിങ്ങളുണ്ടാക്കിയ വീട്, നിങ്ങളുടെ വീട് നിങ്ങളുടെ സ്വന്തമൊന്നും അല്ല. അതെന്താണ് തിരിച്ചറിയാൻ പറ്റാത്തത്? നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ആരോഗ്യമാണോ? നിങ്ങളുണ്ടാക്കിയെടുത്തിട്ടുണ്ടാകും കുറേയൊക്കെ, പക്ഷേ അതും ദാനമായി കിട്ടിയതാണ്. നിങ്ങളുടെ സൗന്ദര്യം ദാനമായി കിട്ടിയതാണ്. നിങ്ങളുടെ ബുദ്ധി ദാനമായി കിട്ടിയതാണ്. ദാനമായി കിട്ടാത്തത് എന്താ ഉള്ളത്? അപ്പോൾ ദാനമായി കിട്ടിയത് വേസ്റ്റാക്കി കളയാൻ നിങ്ങൾക്ക് എന്താ അവകാശമുണ്ട്? ഞാൻ എന്നോട് തന്നെ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണത്. എല്ലാം ദാനമായി കിട്ടിയതാണ്. അപ്പോൾ ഞാനായിട്ട് ഈ ദാനത്തെ ദുരന്തമാക്കി മാറ്റാതിരിക്കണം. ഇത് വലിയ സ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, ഒരു പയ്യൻ എന്നെ കാണാൻ വന്നു. അവൻ്റെ അപ്പം മരിച്ചതിന് ശേഷം ദുഃഖത്തോടു കൂടി വന്നാണ്. കുറേ നേരം സംസാരിച്ചു. സംസാരത്തിനൊടുവിൽ കരച്ചിലൊക്കെ മാറി. അവൻ്റെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്, ഒരു പുതിയ തുടക്കം ഇടാനുള്ള ആഗ്രഹമുണ്ട്. അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ ഞാനൊക്കെ എപ്പോഴും ഈ സിഗ്നേച്ചർ ക്ലോത്ത്, ബ്രാൻഡഡ് പ്രൊഡക്റ്റ്, അതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്ന ആളാണ്. എന്ത് വാങ്ങിക്കുമ്പോഴും ബ്രാൻഡഡ് ആയിരിക്കണം, ഏത് വസ്ത്രം വാങ്ങിക്കുമ്പോഴും സിഗ്നേച്ചർ ക്ലോത്ത് ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമാണ്. അതൊക്കെ എൻ്റെ അപ്പൻ തനി നാട്ടിൻപുറത്തുകാരൻ, അപ്പൻ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. ഞങ്ങൾ നല്ല വില കൂടിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അപ്പൻ ഏറ്റവും വില കുറഞ്ഞത് തിരഞ്ഞുപിടിക്കും. ഞങ്ങൾ എത്ര നിർബന്ധിച്ചാലും അപ്പൻ ഏറ്റവും വില കുറഞ്ഞതേ വാങ്ങിക്കൂ. ഇനി അപ്പൻ മരിച്ച ദിവസം അപ്പൻ്റെ മുറി കയറി നല്ല ഭംഗിയായിട്ട് ഡയറി എഴുതുന്ന, കണക്കുകൾ എഴുതുന്ന നല്ല കൃത്യതയും വ്യക്തതയുള്ള മനുഷ്യനാണ്. അപ്പൻ്റെ കണക്ക് പുസ്തകത്തിൽ എപ്പോഴും ബാക്കി വെച്ചതെന്ന് പറഞ്ഞ തുകയുണ്ട്. അതെന്താണ്? പിന്നെ ഡയറി വായിച്ചപ്പോഴാണ് മനസ്സിലായത്. അതായത് എല്ലാവരും വില കൂടിയത് വാങ്ങിക്കുമ്പോൾ ഏറ്റവും വില കൂടിയത് വാങ്ങിക്കാതെ കുറേ പൈസ മിച്ചം വെക്കും. ആ മിച്ചം വെച്ചതാണ് ബാക്കി വെച്ചതെന്ന് പറഞ്ഞു. അവനിങ്ങനെ കൈകൂപ്പി നിൽക്കണ പോലെ നിന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ അപ്പൻ മിച്ചം വെച്ചതാണ് എൻ്റെ ജന്മം എന്ന് പറയണത്. ഞാൻ അടിപൊളി ജീവിതം നയിക്കില്ലെന്ന് തീരുമാനിച്ചു. ഇനി അപ്പനെ പോലെ ആണോ, അപ്പൻ്റെ കാർബൺ കോപ്പി ആണോ? മറ്റുള്ളവരൊക്കെ വില കൂടിയതൊക്കെ ധരിക്കട്ടെ, ബ്രാൻഡഡ് പ്രൊഡക്റ്റിൻ്റെ പിന്നാലെ പോട്ടെ, എനിക്കത് വേണ്ട. എനിക്ക് വേണ്ടത് എൻ്റെ അപ്പൻ്റെ പോലത്തെ ഒരു ജീവിതമാണ്. കാരണം അപ്പം മിച്ചം വെച്ചതാണ് എൻ്റെ ജീവിതം. എൻ്റെ മക്കൾ പറയണം, ഞങ്ങളുടെ അപ്പൻ മിച്ചം വെച്ചതാണ് ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ സൗഭാഗ്യം. അവൻ ചെറുപ്രായത്തിൽ തന്നെ ടൂ ലേറ്റ് ആകാതെ നന്നാവുകയാണ്, ഏറ്റവും നന്നാവുകയാണ്. ഇനി അവനിലൂടെ ആ കുടുംബം ഏറ്റവും സുന്ദരമായി മാറും. നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരോടെങ്കിലും ക്ഷമ നൽകാനുണ്ടെങ്കിൽ അതിന് ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ആലോചിച്ച് നോക്കി. നമ്മൾ ആരോടെങ്കിലും പൊട്ടിത്തെറിക്കാൻ നേരത്ത് നമ്മൾ ഒട്ടും ചിന്തിക്കാറില്ല. ഇപ്പോഴും നല്ലത് പറയുന്നതിന് മുമ്പ് 1000 വട്ടം ചിന്തിക്കും. എന്തൊരു തമാശയാണുള്ളത്. ചീത്ത പറയാൻ നേരത്ത് ഒട്ടും ചിന്തിക്കാത്ത ആളുകൾ നല്ലത് പറയാൻ നേരത്ത് വീണ്ടും വീണ്ടും ചിന്തിക്കുകയാണ്. അതെന്തൊരു പ്രതിഭാസമാണ്. ഇനി ആളുകളെ പൊട്ടിത്തെറിച്ച് പൊട്ടിച്ചിതറിക്കുന്ന വിധത്തിലൊക്കെ സംസാരിക്കും. എന്നിട്ട് അവരോടൊന്ന് സോറി പറയാൻ
നമുക്ക് സാധിക്കാറില്ല. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, ആരോടെങ്കിലും സോറി പറയേണ്ടതുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും സോറി ഹൃദയപൂർവ്വം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതും ഇന്ന് തന്നെ ചെയ്യുക. എത്ര പേരുടെ വെറുപ്പാണ്, എത്ര പേരുടെ അകൽച്ചയാണ്. എന്നാൽ ഇത്രയും വെറുപ്പിൻ്റെ കയ്പും ചവച്ചരക്കി ജീവിച്ചുകൊണ്ട് നിങ്ങൾക്കെന്താ മെച്ചം? നിങ്ങൾക്കെന്താ നേട്ടം? അങ്ങനെയാണെങ്കിൽ സോറി പറയാൻ ഇന്ന് സമയം കണ്ടെത്തിക്കൂടെ? ഞാൻ വീണ്ടും പറയുകയാണ്, ഇന്ന്, നാളെ അല്ല. ടുഡേ ഈസ് ദ ഡേ. ടുഡേ ഈസ് ദ ഡേ ടു ആസ്ക് ഫോർ ഫർഗിവ്നെസ്. ടുഡേ ഈസ് ദ ഡേ ടു ഗിവ് ഫർഗിവ്നെസ്. അത് സാധിക്കുമോ? സാധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ടു ലേറ്റായി പോകും. ഈ നഗര മധ്യത്തിലുള്ള ഒരു പള്ളിയിൽ സേവനം ചെയ്തിരുന്ന ഞാൻ ഒരു ചൊവ്വാഴ്ച ദിവസം ഒരു യുവാവിനെ വന്ന് കണ്ട് സംസാരിക്കാൻ. അവൻ പറഞ്ഞു, ചേട്ടനുമായിട്ട് വഴിത്തർക്കം, സ്വത്ത് തർക്കമാണ്, അത് തീർത്ത് തരണം, വല്ലാത്ത പ്രശ്നമാണ്. അവൻ പറഞ്ഞു, ചേട്ടനെ വിളിച്ചാൽ ചിലപ്പോൾ വരില്ല, കാരണം എപ്പോഴും വഴിമടക്കിയ പോലെയാണ് പെരുമാറാറ്. എനിക്ക് വഴിയൊന്നും വേണ്ടച്ചാ, സമാധാനം മതി. ചേട്ടനെ വിളിച്ചു, അടുത്ത ദിവസം ബുധനാഴ്ച വരാം, അനുരഞ്ജന സമ്മേളനം. പക്ഷേ അന്നത്തെ ദിവസം അയാൾ വന്നില്ല. അപ്പോൾ അനുജൻ പറഞ്ഞു, കണ്ടില്ലേച്ചാ, ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും വഴിമുടക്കിയാണ്, നല്ല കാര്യത്തിനൊക്കെ വഴിമുടക്കും, വരില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, അതിനെ ഒന്നും കൂടി വിളിച്ചു പോകും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അയ്യോ മറന്നുപോയച്ചാ, തിരക്കച്ച, മറന്നച്ച, അടുത്ത ദിവസം വരാം, അടുത്ത ദിവസം വൈകുന്നേരം വരാമെന്ന് പറയുന്നു. പക്ഷെ ആ അടുത്ത ദിവസം രാവിലെ കലൂർ സ്റ്റേഡിയത്തിൻ്റെ മുന്നിൽ വെച്ച് അനുജൻ ബൈക്ക് അപകടത്തിൽ മരിച്ചു. ഇവർ തമ്മിലുള്ള സമ്മേളനം നടത്താമെന്ന് കരുതിയിരുന്ന വൈകുന്നേരം ഫ്യൂണറലാണ്. ഫ്യൂണറലിന് വേണ്ടി ഞാൻ തന്നെയാണ് പോയത്. അവിടെ ചെന്നപ്പോൾ മൃതദേഹം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് പൊട്ടിച്ചിതറി കിടക്കുന്ന പോലെ കിടക്കുകയാണ് ചേട്ടൻ. ചേട്ടൻ എന്താ പറയുന്നത്? മോനെ കണ്ണ് തുറക്കും, മോനെ എഴുന്നേറ്റ് പോവാം, എനിക്കിനി വീടും വേണ്ട, സ്വത്തും വേണ്ട, വഴിയും വേണ്ട, പുരിയിടവും വേണ്ട, ഒന്നും വേണ്ട, നിന്നെ മാത്രം മതി, നീയൊന്ന് എഴുന്നേറ്റ് വരണം, ജീവിതത്തിലേക്ക് വരണം, നമുക്ക് പണ്ടത്തെ പോലെ കുഞ്ഞുങ്ങളെ പോലെ സ്നേഹിച്ച് ജീവിക്കാം, നീ ഒന്ന് വരണം. ഇയാളിങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് പൊട്ടിച്ചിതറി മൃതദേഹത്തെ കെട്ടിപ്പിടിച്ചിരുന്നാലും മരിച്ചവരാരും തിരിച്ചു വരില്ലല്ലോ. അതല്ലേ ജീവിതം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഏതൊക്കെ വഴി വെട്ടിയൊരുക്കിയാലും മരിച്ച ഒരാൾക്ക് വേണ്ടി ജീവനിലേക്ക് വഴി വെട്ടിയൊരുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നഷ്ടപ്പെടുത്തി കളഞ്ഞത് നഷ്ടപ്പെടുത്തിയത് തന്നെയാണ്. ഈ ഒരു ചിന്ത നമുക്ക് എന്താണ് ഉണ്ടാവുക? ഫൊർഗിവ്നെസ്സിന് വേണ്ടി അവസാന നിമിഷം വരെ കാത്തിരിക്കരുത്. യു മേ ബി ടു ലേറ്റ്. ഫൊർഗിവ്നെസ് ഹൃദയപൂർവ്വം സ്വീകരിക്കാനും ഒരുപാട് വെയിറ്റ് ചെയ്യരുത്. യു മേ ബി ടു ലേറ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. അടുത്തത്, നല്ലത് ഹൃദയപൂർവ്വം നൽകാൻ. അതിനെന്തിന് ഇത്ര വൈകുന്നത്? ആലോചിച്ച് നോക്കിയേ. ചില അപ്പനമ്മമാർക്കൊരു വലിയ പ്രശ്നമുണ്ട്. അവരെപ്പോഴും കുറ്റപ്പെടുത്തും, വല്ലാതെ കുറ്റപ്പെടുത്തും മക്കളെ. പക്ഷേ നല്ലത് പറഞ്ഞാൽ മക്കൾ ചീത്തയായി പോകുന്നുള്ള ചിന്തയാണ്. ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ പോലും മക്കൾ നല്ലത് പറഞ്ഞാൽ ചീത്തയായി പോകും, വഴിതെറ്റിപ്പോകും, വഴിപിഴച്ചവരായി പോകും എന്ന ചിന്ത കൊണ്ട് അകത്തുള്ള സ്വീറ്റ്നെസ്സൊക്കെ അകത്തന്നെ കാത്തുസൂക്ഷിച്ചിരിക്കുകയാണ്. പറയാത്ത പ്രിയവാക്ക് കെട്ടിക്കിടന്ന് എൻ്റെ നെഞ്ച് കയ്ക്കുന്നു. കവി എഴുതിയത് സത്യമാണ്. പറയാത്ത പ്രിയവാക്ക് കെട്ടിക്കിടന്ന് നെഞ്ച് കയ്ക്കുകയാണ്, അത് പുറത്തോട്ട് വരുന്നില്ല. പോൾ നൗമാൻ്റെ സുന്ദരമായിട്ടുള്ള പുസ്തകത്തിൽ ഒരു നുറുങ്ങ് സംഭവമുണ്ട്. മകൻ ആക്സിഡൻറ്റിൽ മരിച്ചപ്പോൾ അപ്പൻ മൃതദേഹത്തിനരികിൽ ഒരു ലെറ്റർ എഴുതി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ലെറ്റർ ടു ദ ഏഞ്ചൽസ്, മാലാഖമാർക്കുള്ള കത്ത്. ആ കത്തിലെന്താണ് എഴുതിയിരിക്കുന്നത്? എൻ്റെ മകൻ വളരെ സുന്ദരനായിരുന്നു, അവൻ ഓരോ തവണ ഓരോ നല്ല കാര്യം ചെയ്യുമ്പോൾ അവനെ അഭിനന്ദിക്കണമെന്ന് കരുതി. ഞാൻ ചെയ്തില്ല, കാരണം തെറ്റിപ്പോയാലാ, അഹങ്കാരം വന്നാലാ, ഓവർ കോൺഫിഡൻസ് വന്നാലാ, ഒന്നും പറഞ്ഞില്ല. പറയാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയ സമയത്ത് അവൻ മരിച്ചു കഴിഞ്ഞു. ഇനി മാലാഖമാരെ, നിങ്ങൾ ഈ ലെറ്റർ വായിച്ച് കേൾപ്പിക്കണം അവനെ. ഞാൻ എത്രമാത്രം അവനെക്കുറിച്ച് അഭിമാനിച്ചിരുന്നു, എത്രമാത്രം ഞാൻ അവനെ സ്നേഹിച്ചിരുന്നു, എത്രമാത്രം അവനെനിക്ക് സ്പെഷ്യലായിരുന്നു, എത്രമാത്രം ഞാൻ അവനെ ലാളിച്ചിരുന്നു. ഉള്ളുകൊണ്ട് കരുതലുണ്ടായിരുന്നു, കനിവുണ്ടായിരുന്നു, ഒന്നും കാണിച്ചില്ല പുറത്ത്. അതുകൊണ്ട് മാലാഖമാരെ ഈ ലെറ്റർ വായിച്ച് കേൾപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ലെറ്റർ വായിച്ച് കേൾപ്പിക്കാൻ മാലാഖമാർ മരിച്ചവർക്ക് വേണ്ടി വരുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. വരുമായിരിക്കാം, മാലാഖമാരല്ലേ, അവർ വരും. പക്ഷെ ഉറപ്പില്ല.
നിങ്ങൾ മാലാഖയാകേണ്ട സമയത്ത് നിങ്ങൾ തന്നെ മാലാഖയാകണം. അതിനുവേണ്ടി ഒരുപാട് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെന്നാണ് നമ്മൾ ഈ പാഠം പഠിച്ചെടുക്കുക. ഇതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ട നേരത്ത് നമ്മൾ പഠിച്ചെടുക്കുന്നില്ല, എന്നിട്ട് നമ്മൾ വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചൈനീസ് വിധവയുടെ മൃതദേഹ സംസ്കരണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഫിലിപ്പീൻസിൽ ചൈനക്കാർ യൂറോപ്യൻ രീതി കടമെടുത്തുകൊണ്ട് ഡെഡ് ബോഡി സുന്ദരമായി എംബാം ചെയ്ത് ഫ്യൂണറൽ പാർലറിൽ കൊണ്ടുവന്ന് ഡെഡ് ബോഡി കിടത്തും. പിന്നെ 7 ദിവസത്തെ പ്രാർത്ഥന. ഒരു വൈകുന്നേരം എൻ്റെ കുർബാനയ്ക്കുള്ള സമയം കാത്ത് ഒരു കോർണറിൽ ഇരിക്കുമ്പോൾ ഇളയ മകൻ വിറക്കുന്ന കയ്യിൽ ഒരു കടലാസും പിടിച്ചുകൊണ്ട് മൃതദേഹത്തിന് അരികെ ചെന്ന് നിന്നു. എന്നിട്ട് പതുക്കെ ഇത് തുറന്ന് ഉച്ചത്തിൽ വായിച്ച് കേൾപ്പിക്കാൻ തുടങ്ങി. അവൻ എന്താ പറയുക? മമ്മ, യു വർ സച്ച് എ ഗ്രേറ്റ് മം, സോ ഫ്രണ്ട്ലി, സോ ലവിങ്, സോ ക്യൂട്ട്, യു ആർ സോ ഗ്രേറ്റ് എ കുക്ക്. അമ്മയെക്കുറിച്ചുള്ള അപദാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്ന് പറയുമ്പോൾ അവൻ്റെ വാക്കുകൾ മുറിയുന്നുണ്ട്. പിന്നെ വീണ്ടും തുടരുന്നു. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അടുത്തേക്ക് അവൻ വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, അമ്മയുണ്ടാ? ഞാൻ പറഞ്ഞു ഉണ്ട്. അമ്മയെ വിളിക്കാറുണ്ടാ? ഞാൻ പറഞ്ഞു ഇടയ്ക്ക് വിളിക്കാറുണ്ട്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, അമ്മനെ ഇന്നൊന്ന് വിളിക്കുമോ? ഞാനിങ്ങനെ അമ്പരം നിൽക്കുകയാണ്. അമ്മനെ ഇന്നൊന്ന് വിളിക്കും, എന്നിട്ട് അമ്മനോട് പറയണം ഐ ലവ് യു. അച്ഛന് ഇഷ്ടമാണ് അമ്മയെന്നൊന്ന് പറയുക. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ കേരള എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ അമ്മയെ വിളിച്ച് പെട്ടെന്ന് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മക്കത് ഒരു അപരിചിത്വം തോന്നിക്കും. അങ്ങനത്തെ രീതി ഞങ്ങൾക്കില്ല. അപ്പം അങ്ങനെ സ്നേഹം തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും പറയാം. ഞാൻ അത് ചെയ്യാം. പിന്നെ പൊള്ളുന്നൊരു മൗനത്തിന് ശേഷം അവൻ എന്നോട് പറഞ്ഞു, പറയേണ്ട നേരത്ത് പറഞ്ഞില്ലെങ്കിൽ ഒരുപാട് വൈകിപ്പോവും. പിന്നെ എന്നെപ്പോലെ കുറ്റബോധത്തിൻ്റെ ഭാരം ചുമന്നെടുക്കേണ്ടി വരും. സത്യമല്ലേ? പറയേണ്ട നേരത്ത് പറയണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറയാത്ത പ്രിയ വാക്ക് കെട്ടിക്കിടന്ന് കൈപ്പുരസമാക്കി മാറ്റരുത്. അത് മധുരം തന്നെയാക്കി പകർന്നു കൊടുക്കാൻ സാധിക്കണം. ടൂ ലേറ്റ് ആകാതിരിക്കാനായിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കണം. ഇനി ജീവിതത്തിലൊരു പുതിയ തുടക്കമിടണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നാളെയല്ല ഇന്നാണ് നിങ്ങൾ തുടക്കമിടേണ്ടത്. ഒരാൾ വല്ലാതെ മനസ്സ് മരവിച്ച് മരിക്കാൻ തീരുമാനിച്ചുറച്ച് കടൽ തീരത്ത് പോയിരിക്കുകയാണ്. കടലോര കാഴ്ചകളൊന്നും കാണാനല്ല. ആൾക്കൂട്ടം ഒഴിയുമ്പോൾ, ആരവം ഒഴിയുമ്പോൾ കടലിൽ ചാടി ചാകണം. അയാളങ്ങനെ കാത്തുകെട്ടിയിരിക്കുമ്പോൾ അയാൾ അവസാനമായിട്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് ഒരു സൈനെങ്കിലും തരിക, അവസാനത്തെ ഒരു സൈൻ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് മാലാഖ, ഒരു കൊച്ച് ആ കടൽ തീരത്ത് വന്ന് എഴുതുകയാണ്, സ്റ്റാർട്ട് എഗെയിൻ, വീണ്ടും തുടങ്ങുക. അത് അടുത്ത തിരമാല വന്ന് വായിച്ചു കളഞ്ഞു. അപ്പോഴും കുഞ്ഞ് എഴുതി വെച്ചു, സ്റ്റാർട്ട് എഗെയിൻ, വീണ്ടും തുടങ്ങുക. അയാൾക്ക് വലിയൊരു ആശ്വാസം വന്നു. ദൈവം തൻ്റെ മാലാഖയെ അയച്ചതാണെന്നൊരു തോന്നൽ. അതായത് നല്ലതെല്ലാം വീണ്ടും തുടങ്ങുക. അയാൾ ബൈബിളിലെ വാക്യങ്ങൾ ഓർത്തു. നീ പഴയതിനെക്കുറിച്ച് ഓർക്കേണ്ട, ഞാൻ നിനക്ക് വേണ്ടി പുതിയതായി ഒരു കാര്യം ചെയ്യും. മരുഭൂമിയിൽ നീരുറവയും വിജനതയിലൊരു പാതയും നിനക്ക് വേണ്ടി വെട്ടിയൊരുക്കും. സ്റ്റാർട്ട് ടുഡേ. ഇന്നാണ് രക്ഷയുടെ ദിനം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പഴയതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കേണ്ട, സ്വയം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഞാൻ സീറോയാണെന്ന്. ഒരു പയ്യൻ കർത്താവിനോട് പറഞ്ഞു, ഐ ആം ബിഗ് സീറോ. കർത്താവ് പറഞ്ഞു, ആ അവസാനത്തെ വരി അങ്ങ് വായിച്ചു കളഞ്ഞപ്പോൾ എന്താണ്, ഐ ആം ബിഗ്. ദൈവം പറഞ്ഞു, ഒച്ചത്തിൽ പറ, ഐ ആം ബിഗ്. അവൻ വീണ്ടും പറയണം, ഐ ആം ബിഗ്. ഈശോ കൂട്ടിച്ചേർത്തു, ബിക്കോസ് ഐ ആം ബിഗ്. ഞാൻ വലുതാണ്. എൻ്റെ മോനായ നീ എങ്ങനെയാണ് വലുതാകാതിരിക്കുക? നമുക്കൊരു വലിയ ദൈവമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളും വലിപ്പമുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിൽ സീറോ അല്ല, ഹീറോയാണ്. അതെപ്പോഴും ഓർത്തേക്കുക. ഐ ആം ബിഗ് സീറോ എന്ന് നിങ്ങൾ എഴുതുമ്പോൾ ദൈവം തിരുത്തിയിട്ട് എഴുതും ബിഗ് ഹീറോ എന്ന്. നമ്മൾ ഹീറോ ആകാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ആകാൻ വേണ്ടി നാളെയല്ല, ഇന്ന് തന്നെ ശ്രമം ആരംഭിക്കുക. ടുഡേ ഇസ് ദ ഡേ ഓഫ് സൽവേഷൻ. ഇന്നാണ് രക്ഷയുടെ ദിനം. ഹോഡി നോൺ ക്രാസ്. ഇന്നാണ്, നാളെയല്ല. നല്ല യാത്ര നേരുന്നു.